ഫോട്ടോയിൽ കാണിച്ച ആളെ നിങ്ങൾക്ക് അറിയോ? ഇതാണ് നമ്മൾ അമൃത ചേച്ചി. നമ്മളെ നാട്ടിലെ എല്ലാ അമ്മമാരെ എല്ലാ സീരിയൽ ആരാധകരെ കരയിപ്പിച്ച് കൊന്ന കരച്ചിലിന് വേൾഡ് കപ്പ് കിട്ടിയ നമ്മൾ അമൃത ചേച്ചി. ഇപ്പോൾ ഇയാളെ വില്ലണ ഒരാൾ, അതായത് ഇയാളെ വെട്ടിക്കാൻ പറ്റിയ ഒരാൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് ആളെ ഞാൻ പരിചയപ്പെടുത്തില്ല. എല്ലാവർക്കും നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട അപർണ കെ ഷാജി. ഓക്കെ, കാര്യത്തിൽ കണ്ടുവരാം. നമ്മൾ അപർണ കെ ഷാജി പിന്നെ അതുപോലെ ക്രൗൺ കിഡ് എന്ന് പറഞ്ഞ പയ്യൻ നല്ല പ്രേമാണ്. ഇൻസ്റ്റാഗ്രാമിൽ എന്താ പറയുക, വീഡിയോ ഇടുന്നത്, റീൽസ് എടുക്കണ്, ഇവരെല്ലാവരും അവിടെ പോയിട്ട് റീൽസ് എടുക്കണ്, ഇവിടെ റീൽസ് എടുക്കണ്, അങ്ങോട്ടും മൊത്തം റീൽസിൻ്റെ 5 കളി. കട്ട സപ്പോർട്ട് ഫ്രണ്ട്സ്, ഭയങ്കര സപ്പോർട്ട്, നല്ല സപ്പോർട്ട് ഫ്രണ്ട്സ്, ഒന്നും പറയണ്ട, ഭയങ്കര സീൻ. എന്നിട്ട് ഒരു ദിവസം രണ്ടാം കൂടി വന്നിട്ട് ഒരു ബ്രേക്കപ്പ് ആയിരുന്നു. ബ്രേക്കപ്പിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ പറഞ്ഞില്ല. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, യൂട്യൂബിൽ കയറിയിട്ട് അപർണ കെ ഷാജി ബ്രേക്കപ്പ് അല്ലെങ്കിൽ ക്രൗൺ കിഡോ എന്ന് അടിച്ചാലും മതി, ഫുൾ ഡീറ്റെയിൽസ് വരും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കണ്ടോ, നല്ല സ്റ്റോറിയാണ്, സിനിമയുടെ വല്ലാണ്ട് വലിയ സ്റ്റോറിയാണ്. അങ്ങനെ ഈ ബ്രേക്കപ്പിന് ശേഷം ഈ ലേഡി കരഞ്ഞ് ഫോളോവേഴ്സ് കുറവായിരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജായിരുന്നു. കരച്ചിലോട് കരച്ചിൽ, അവിടെ തിരിഞ്ഞ കരച്ചിൽ, ഇവിടെ തിരിഞ്ഞ കരച്ചിൽ, ഇങ്ങനെ കരച്ചിൽ, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കരച്ചിൽ, ആകെ കരച്ചോണ്ട് കരച്ചിൽ ചേച്ചി. ഈ കുട്ടി ഭയങ്കര കരച്ചിൽ, കരഞ്ഞ് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാം. മോള് പേടിക്കണ്ട, നല്ല ജീവിതം വരും, ആൾ പോണ പോട്ടെ. സപ്പോർട്ടിങ് കേസ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാണ്ട്. അപർണ കെ ഷാജി ചങ്കാണ്, മുത്താണ്, കരളാണ്, ഇങ്ങനെ കുറേ വിളിക്കണം കുറേ ടീമുണ്ട്. അവരെല്ലാവരും കൂടി എന്ത് ചെയ്ത് ഫോളോവേഴ്സായിട്ട് കൂട്ടി കൊടുത്ത് ഒരു വ്യൂസ് കൂടി, എന്താ പറയുക, ഏത് റീലിടും. പക്ഷേ കാര്യം ഈ പെണ്ണെപ്പോഴും കരഞ്ഞിട്ട് റീലിടുള്ളേ. ഈ കരയുമ്പോൾ റീലിട്ട് കരഞ്ഞ റീലിൽ ഏറ്റവും കൂടുതൽ വ്യൂ അടിച്ച പെൺകുട്ടിയാണ് ഇത്. അമൃതനെ വെട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഏത് ലെവലാണ്. അതിന് മുന്നേ സീരിയസ് ആയിട്ടൊരു കാര്യമുണ്ട്, അത് കേട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇപ്പോൾ ഉണ്ടായത്. ഓക്കെ, ഞാൻ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് പോയെങ്കിൽ വല്ലാത്ത ജാതി എന്നിട്ട് എളുപ്പല്ല ഓളെ. ഇതെങ്ങനെ സാധിക്കട്ടെ ഇങ്ങനെ കരയാ? ഈശ്വരാ, എളുപ്പല്ല. ഈ ജാതി പാട്ടിട്ട് സെന്റിമെന്റ്സ് പാട്ടിട്ട് ഈ ജാതി കരച്ചല്ല മുതല് നമിച്ച് ചിരിയ വരുന്നത് കേൾക്കുമ്പോ. ചേച്ചി എല്ലാ വിഷമവും മാറാൻ വേണ്ടിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയിട്ടാണ്. തൊഴാൻ പോയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. നമുക്കൊന്ന് കണ്ടുനോക്കാം. നല്ല സന്തോഷം പോള്, എന്താ ചിരി. ആരാണ് ഈ വീഡിയോ കൊടുത്തു കൊടുക്കുന്നത്? എന്താ സന്തോഷം അല്ലേ. ഈ അപർണക്കെതിരെ നമ്മളെ മുപ്പത് കാണുന്നുണ്ടാവുന്നില്ലേ, ആളൊരു വീഡിയോ ഇട്ടുണ്ട്. ആളും തൊഴാൻ പോയതാണ്, ഗുരുവായൂർ അമ്പലത്തിലും തൊഴാൻ പോയിട്ടുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. മൈപ്പിയിലൊക്കെ പിടിച്ച് വരുന്നുണ്ട് കൃഷ്ണൻകുട്ടി. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോ. മൈപ്പിയിലൊക്കെ ഉണ്ടല്ലോ. എന്തായാലും വേറൊരു വീഡിയോ കൂടി വന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ. ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. നിക്ക് ഒരു മിനിറ്റ് ഒന്ന് സൂം ചെയ്തേ. ക്രൗഡ് കിഡ് അപർണ കെ ഷാജി കണ്ടു ഒരു ഫ്രെയിമില്. ഒളിക്കല്ലേ പ്ലീസ്. ക്യാമറ ബെല്ല വിളിക്കേ, വേറെ ആരോ ക്യാമറ എടുക്കാണ്ടൊക്കെ മുപ്പത് വിളിക്കുക വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ. എന്തായാലും നന്നായിട്ടുണ്ട്. രണ്ടാൾ കൂടിയിട്ട് ഇക്കണ്ട കാലം ഇവരെ ഫോളോവേഴ്സിന് നല്ല ഊക്കൊക്കെയായിരുന്നു. എന്തായാലും കലക്കി നല്ല ഊക്കൊക്കെയായിരുന്നു ഫോളോവേഴ്സിനെ. ചേച്ചി അപർണ വിഷമിക്കണ്ട, ജീവിതം മുന്നോട്ട് പോകും, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ. കുറെ ഊളുകൾ കുട്ടികളെ ഫോളോ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ എന്തായി, പരിപാടി കഴിഞ്ഞില്ലേ? എന്തായാലും സംഭവം ഗുരുവായൂർ നമ്മുടെ നാടാണ്. എല്ലാവരും ഗുരുവായൂർക്ക് ഒരുപാട് ഭക്തന്മാർ വരുന്നുണ്ട്. എന്തായാലും ഗുരുവായൂർ അപ്പം മുൻകൈ എടുത്തിട്ട് ഈ കള്ളത്തരങ്ങളൊന്നും പൊളിച്ചല്ലോ. എന്തായാലും സന്തോഷം. അങ്ങനെ ഫോളോവേഴ്സ് കൂടി. എന്തിനടുത്ത്
അത് പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് നടക്കുന്ന ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യണ ഇവരെ തൊഴിൽ. ഈ തൊഴിൽ ചെയ്ത് നാട്ടുകാരെ പറ്റിച്ച പൈസ ഇട്ട് കണ്ടിടത്തൊക്കെ ഇങ്ങനെ കറങ്ങാൻ നടക്കുക, റീൽസ് എടുക്കാൻ നടക്കുക. ഈ നാട്ടുകാരെ ചോര നീരാക്കിയ പൈസ പറ്റിക്കണ പരിപാടിയാണ് ഇവരെ ഫോളോവേഴ്സിനെ പറ്റിക്കണ പരിപാടി. എന്തായി അവസാനം ഇപ്പം എല്ലാം കൂടി പിടിച്ച്. ഇപ്പോൾ ഞാൻ 2-3 വീഡിയോകൾ കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടോക്ക്, നന്നായി നൈസായിട്ട്. ഈ വീഡിയോ കണ്ട നെഞ്ഞു പൊട്ടിപ്പോവും. കൊടുക്കാനായിട്ടാണ് ജ്വല്ലറിയിലേക്ക് വന്നത്. അപ്പൊ അമ്മയ്ക്കായിട്ട് ഞാൻ സെലക്ട് ചെയ്ത നെക്ലേസ് ആണ്. അതെങ്ങനെയുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എനിക്ക് നന്നായിട്ടുണ്ട് ഗൈസ്, നന്നായിട്ടുണ്ട്. ഈ കള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് എങ്ങനെ പൈസ ഉണ്ടാക്കുക, ഇതാണ് പരിപാടി. നമുക്ക് വേറൊരു വീഡിയോ കണ്ടോക്കാം. അയ്യോ, വീട്ടിൽ ഇഷ്യൂ ആയ കാരണം പൈസ വെക്കാനില്ല. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ പൈസ രാജ ഗെയിമുകള് എന്റെ പൊന്നു മോളെ, ബാക്കി കേട്ടോക്കാം. കളിച്ച പൈസ ഇപ്പൊ വിഡ്രോ ചെയ്യാൻ വേണ്ടിട്ട് ATM വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എങ്ങനെ ഇനി താങ്ങാൻ വയ്യ ഇങ്ങനെ കുറെ ഇൻഫ്ലുവൻസ്. അയ്യോ മതി, വയ്യ. ഈ ഇൻഫ്ലുവൻസേഴ്സ് കുറെ ഇറങ്ങിക്കോളും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. ഈ ഇടപാട് നാട്ടുകാരെയും പറ്റിക്കും, വരെ ഫോളോവേഴ്സിനെയും പറ്റിക്കും, എല്ലാരും പറ്റിക്കും. ഇതൊക്കെ ന്യായീകരിച്ചിട്ട് മുപ്പുള്ള ഒരു വോയിസും പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് വെച്ചേരാം, ഒന്ന് കേട്ടു നോക്കുക എന്തായാലും. ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നെക്കാളും കൂടുതൽ വീഡിയോസ് ഇട്ടവരുണ്ട്. ഇത്ര എന്ത് കാര്യമുണ്ട്? എന്നിട്ടത് റിമൂവ് എല്ലാരും ഇടണം കണ്ടപ്പോ ഇട്ടാന്ന്. എല്ലാരും കിണറ്റി ചാടിച്ചിട്ട് മോളും കിണറ്റി ചാടോ? എന്തൊക്കെയായാലും എന്ത് ന്യായീകരണം ഇത് പറയാ. പിന്നെന്താ പറഞ്ഞ, ഞാനത് റിമൂവ് ഒക്കെ ചെയ്തത്. റിമൂവ് ചെയ്യാൻ കാരണമുണ്ട്. കേരള പോലീസ് ഇപ്പൊ ഇടയായിട്ട് എല്ലാവരും അക്കൗണ്ട്, ഒരു 3-4 ആൾക്കാർ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്ത പോലെ സുജിൻ്റെതും മല്ലു ഫാമിലി കുറെ ടീമിന്റെ അക്കൗണ്ട് ഒറ്റയടിക്ക് അടിച്ചു പോയി ഇത് പ്രൊമോട്ട് ചെയ്തതിന്റെ പേരിൽ. അപ്പൊ അതൊക്കെ വിഷയമൊക്കെ കേട്ടപ്പോ റിമൂവ് ചെയ്തിട്ട് ഇപ്പൊ വന്നിട്ട് ന്യായീകരിക്കാൻ. എന്റെ മോളെ, എങ്ങനെ സാധിക്കണ്? ഇത് നാടകത്തിനായിട്ട് വളർത്താനല്ലോ മോളെ. അയ്യോ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ദൈവത്തിനറിയാം. കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഇറങ്ങിക്കോളും. വല്ലാത്ത ടീം തന്നെ വിറ്റം കിട്ടാ. എന്തായാലും ഈ വീഡിയോ നിർത്തുന്നു. ഈ ജാതി ടീമിന്റെ ഇതൊക്കെ കാണുമ്പോഴേ ആൾക്ക് ചിരിയും വരും, വിഷമവും വരും, സഹതാപം തോന്നും. എന്നാലും ഈ വിറ്റങ്ങളൊന്നും ഉടായ്പ നിർത്തൂലെന്നേ, അതാണ് വലിയ കാര്യം. ഇപ്പൊ വേറെ എന്തെങ്കിലും ഉടായ്പ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കണ്ടാവും, എന്തെങ്കിലും കിട്ടാൻ വല്ല വകുപ്പുണ്ടാവും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ. വല്ലാത്ത ജാതി തന്നെ കേട്ടാ. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഒരു കമന്റെങ്കിലും ഇടും. ഫ്രീ ആണ് എല്ലാവർക്കും, ഇതൊക്കെ ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും ഒരു കമന്റും അല്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും അടിക്കും വീഡിയോ കാണുന്നവർ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.